കാർഗിൽ യുദ്ധസമയത്ത് ടൈഗർ ഹിൽസിലെ 3 തന്ത്രപരമായ ബങ്കറുകളിൽ ഒന്ന് കീഴടക്കിയത് യോഗേന്ദ്ര സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമായിരുന്നു. 16-ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന് 19-ാം വയസ്സിൽ പരംവീർ ചക്രയ്ക്ക് അർഹനായ യോഗേന്ദ്ര സിംഗ് യാദവ് ജീവിക്കുന്ന ഇതിഹാസം കൂടിയാണ്. കാണാം. യോഗേന്ദ്ര സിംഗ് യാദവ് കാർഗിൽ യുദ്ധസമയത്തെ പോരാട്ടങ്ങളിൽ രാജ്യത്തിനു വേണ്ടി പടപൊരുതിയ ധീരയോദ്ധാക്കൾക്ക് ആദരവെന്നോണം രാജ്യം പരംവീർ ചക്ര നൽകിയപ്പോൾ അർഹരായവരുടെ ഗണത്തിൽ ഒരു 19-കാരനുണ്ടായിരുന്നു. സുബൈദാർ മേജർ യോഗേന്ദ്ര സിംഗ് യാദവ് PVC. പരംവീർ ചക്ര പുരസ്കാരത്തിന് അർഹനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സേനയുടെ നോൺ കമ്മീഷൻസ് ഓഫീസറായിരുന്നു യോഗേന്ദ്ര സിംഗ് PVC. കമാൻഡോ സേനാ വിഭാഗമായ ഘട്ടക്കിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. കരസേനയിൽ ചേരുമ്പോൾ യോഗേന്ദ്ര സിംഗ് യാദവിന് വെറും 16 വയസ്സ് പ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിതാവ് കരൺ സിംഗ് യാദവ് കുമയോൺ റെജിമെന്റിന്റെ ഭാഗമായിരുന്നു. ഇളയ സഹോദരൻ ജിതേന്ദർ യാദവ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ്. യുദ്ധസമയത്ത് ടൈഗർ ഹില്ലിലെ 3 തന്ത്രപരമായ ബങ്കറുകളിൽ ഒന്ന് കീഴടക്കിയത് യാദവിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമായിരുന്നു. ശത്രു സൈന്യം ഒന്നിലധികം തവണകളിലായി നിറയൊഴിച്ചപ്പോഴും അടിപതറാതെ യാദവ് ശത്രുക്കളെ നേരിട്ടു. ശത്രു സൈനികരുടെ 3 ആക്രമണങ്ങളെ അവർ ധീരമായി ചെറുത്തു. വേണ്ടത്ര ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇല്ലാതെ പോരാടിയതിൽ യാദവ് ഒഴികെ 6 പേരും വീരമൃത്യു വരിച്ചു. യുദ്ധത്തിനായി യാദവിനെ നിയോഗിക്കുമ്പോൾ അദ്ദേഹം വിവാഹം കഴിഞ്ഞ് 15 ദിവസം പിന്നിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. 12ഓളം വെടിയുണ്ടകളാണ് യാദവിന്റെ ദേഹത്തു തറച്ചത്. ഇതിൽ പതറാതെയായിരുന്നു യാദവ് ശത്രുവിന്റെ ബങ്കറുകൾ തകർത്ത് സൈനികരെ വധിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും യാദവ് കാണിച്ച ധൈര്യത്തെയും ദൃഢനിശ്ചയത്തെയും രാജ്യം അഭിനന്ദിച്ചു. ഇന്ത്യയിലെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നൽകുകയും ചെയ്തു. കാർഗിൽ യുദ്ധത്തിൽ മരണാനന്തര ബഹുമതിയല്ലാതെ പരമവീര ചക്രം ലഭിച്ച 2 പേരിൽ ഒരാളാണ് യോഗേന്ദ്ര സിംഗ് യാദവ്. യോഗേന്ദ്ര സിംഗ് യാദവിന്റെ യുദ്ധകാല വീരകൃത്യങ്ങൾ സിനിമകളിലൂടെയും ലോകം കണ്ടു. ഹിന്ദി സിനിമയായ LOC കാർഗിൽ എന്ന ചിത്രത്തിൽ ബോളിവുഡ് നടൻ മനോജ് ബാജ്പേയാണ് യാദവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. രാജ്യത്തിന് ഇന്നും ആവേശമാണ്, ആദരവാണ് ഈ പോരാളിയോട്. അടിപതറാത്ത ചുവടുകളുമായി അദ്ദേഹം കാത്തുസൂക്ഷിച്ചത് കോടിക്കണക്കിന് ഭാരതീയരുടെ വിശ്വാസമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.